സഖാവ് സീതാറാം യെച്ചൂരി അകാലത്താണ് നമ്മയെല്ലാം വിട്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് രാജ്യത്തിലെ CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണ്. എന്നാൽ അതോടൊപ്പം രാജ്യത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഏറ്റവും കനത്ത ആഘാതമാണ് സഖാവ് യെച്ചൂരിയുടെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് ആരംഭിച്ചത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദിയിലും SFIയുടെ അഖിലേന്ത്യാ നേതൃത്വ നിലയിൽ പ്രവർത്തിച്ച് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള സീതാരാമനെ പോലെയുള്ള യുവ നേതൃനിര ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് സീതാറാം പാർട്ടിയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ അഖിലേന്ത്യാ നേതാവായി പ്രവർത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി അടുത്തറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാർക്സിസം ലെനിനിസമാണ് മാനവമോചനത്തിന് ഉതകുന്ന സിദ്ധാന്തം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ സിദ്ധാന്തങ്ങളിൽ അങ്ങേയറ്റത്തെ അവഗാഹമുള്ള ഒരു നേതാവായിരുന്നു സഖാവ് സീതാറാം. വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഭവങ്ങളോട് കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ള നേതാവ് എന്ന് മാത്രമല്ല, ലോകത്തിലെ സാമ്പത്തിക മേഖലയിൽ മാർക്സിസത്തിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു. രാജ്യത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മുറിച്ചു കടക്കാനുള്ള വഴിയെ സംബന്ധിച്ച് CPM-ന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകിയിട്ടുള്ള ഒരു നേതാവാണ്. CPM-ന് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വേദി എന്ന കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിലെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ശക്തികളെ എങ്ങനെ പ്രതിരോധിക്കാം, അതിലെല്ലാം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവാണ് സഖാവ് സീതാറാം. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയുടെ നേതൃനിരയിലെത്തിയിട്ടുള്ള സഖാവ് സീതാറാം തൻ്റെ 25-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിനടക്കം നേതൃത്വം കൊടുത്ത കഴിവുറ്റ ഒരു നേതാവായിരുന്നു സഖാവ് സീതാറാം. വ്യക്തിപരമായിട്ടുള്ള ചില ഓർമ്മകളുണ്ട്, അവയൊന്നും ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചു. നമ്മുടെ രാജ്യത്തിലെ CPM പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൽ വലിയ വിടവാണ് സഖാവ് സീതാറാമിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയണം. സഖാവ് സീതാറാമിൻ്റെ പ്രവർത്തന അനുഭവങ്ങൾ നമുക്ക് വഴികാട്ടിയാവണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് സീതാറാമിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിപ്ലവപരമായിട്ടുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നടക്കുന്ന ഒരു നിയമപരമായ പങ്കാളിത്തം അതോടൊപ്പം ദേശീയ രാഷ്ട്രീയ ഇന്നത്തെ അത്യന്തം ആപത്കരമായ ഭയാനകമായ ഗുരുതരമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യം സ്വാതന്ത്ര്യത്തിനായി ഭരണഭൂമികൾക്കെതിരായി അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം നമ്മുടെ രാജ്യത്തിനും ദേശീയ സാഹചര്യത്തിനും അനിവാര്യമായിരിക്കുന്ന ഒരു വർത്തമാനകാലത്താണ്
അദ്ദേഹത്തിൻ്റെ യോഗം വാക്കുകൾ ഖണ്ഡിതമാണ്. ആ നഷ്ടത്തിന് പരിഹാരം കാണുക നിസ്സാരമായ കാര്യമല്ല. അടുത്ത കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരായി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ദേശീയതലത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രയാണത്തിൽ ഏറ്റവും സുശക്തവും ഭദ്രമായ ജീവിതം നൽകാൻ അദ്ദേഹത്തിന് നേതൃപരമായ പങ്കാളിത്തം ഓരോ പദവിന്യാസങ്ങളും ഉണ്ടായിരുന്നു. അത് സമന്വയിപ്പിക്കാൻ എതിരാധികാരികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ സ്രോതസ്സുകളും നേരിടാൻ യെച്ചൂരി കാണിച്ചിട്ടുള്ള ഏകപരമായ പങ്കാളിത്തവും സഹായങ്ങളും പ്രോത്സാഹനമൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയ സൈനികരുടെ ചരിത്രത്തിലാണ്. പലപ്പോഴും ഡൽഹിയിൽ ചെന്നാൽ ഓഫീസിൽ ചെന്ന് യെച്ചൂരിയെ കാണാൻ ലഭിക്കുന്ന സമയം ഉപയോഗപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അതിലൂടെ ഉന്നതമാക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അത് സ്വീകരിക്കാൻ കഴിയുന്നതാണ് എല്ലാ നിലയിലും ഓരോ സദസ്യവും അനുഭവം. അദ്ദേഹം കേരളത്തിലെത്തിയാൽ തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നത് വലിയ അനുഭവങ്ങളും അനുഭവിക്കുന്നുണ്ടാകും. ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദങ്ങളും അദ്ദേഹത്തിന് അറിയുമ്പോൾ അതിലേക്കും യെച്ചൂരിയെക്കുറിച്ച് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഒരു അനുഭവങ്ങൾ നടത്തി.